ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ലുക്കൈമാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലുക്കൈമാത്തിൻ്റെ മാവ് ഉണ്ടാക്കാനായിട്ട് മൈദ വേണം. ഞാനൊരു 2 കപ്പ് മൈദ 250 ml 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് കോൺഫ്ലവറും 1/4 കപ്പ് തൈരും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വേണം. ഇത് ശരിക്കും സ്വീറ്റാണ്. ഈ മാവിലധികം പഞ്ചസാര വേണ്ട. ഇത് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പകുതി പാലും പകുതി വെള്ളം മിക്സാക്കി എടുത്തതാണ്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് പാലിനെ എടുത്താൽ മതി. ഇനി ഇത് കുറച്ചായി ചേർത്ത് കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇത് ഫ്രൈ ആക്കുന്നതിന് മുമ്പായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പ്, അതുപോലെ തന്നെ സെയിം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി പൊരിച്ചെടുക്കാനായിട്ട് പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. സ്പൂണിൽ മാവ് ഒട്ടി പിടിക്കാതിരിക്കും. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുക്കുക. എന്നിട്ട് അതിൽ ഈ സ്പൂണ് ഒന്ന് മുക്കിയെടുക്കുക. ഓരോ പ്രാവശ്യം മാവ് ഇട്ട് കഴിഞ്ഞാലും ഈ ഓയിലിൽ ഒന്ന് മുക്കിയിട്ട് എടുത്താൽ മതി. ഓയിലിൽ മുക്കിയിട്ട് വേണം അടുത്ത മാവ് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ ചെയ്താൽ സ്പൂണിൽ ഒട്ടി പിടിക്കാതെ കിട്ടും. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. മാവ് പൊങ്ങി വരും, അതുകൊണ്ടാണ്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് ഇത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കുറേ നേരം ഇതിൽ തന്നെ ഇട്ട് വെക്കണ്ട. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു അറബിക് സ്വീറ്റാണ്. പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.